കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എൻ്റെ ഇമോഷൻസ് ഫീലിങ്സ് ലൈക്ക് സന്തോഷവും സങ്കടവും അങ്ങനെ എല്ലാം ഞാൻ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്നത് വേർഡ്സിലൂടെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി എനിക്കൊരു ഡയറി കീപ്പ് ചെയ്യണമല്ലോ. ഒരിക്കലും റുട്ടീൻ പോലെ ഞാൻ ഫോളോ ചെയ്തിട്ടില്ല ഈ എഴുതുന്ന കാര്യങ്ങൾ. അങ്ങനെ നമുക്ക് കിട്ടുമില്ല കേട്ടോ. ഡെയിലി അങ്ങനെ എഴുതാൻ പറ്റുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് നമുക്കൊരു ഇമോഷൻ വരികയാണ്, സങ്കടമോ സന്തോഷമോ അങ്ങനെ എന്തും, ഫ്രസ്ട്രേഷൻ ഡിപ്രഷൻ അങ്ങനെ എന്തായാലും അതിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള അവസ്ഥ ഉണ്ടാവില്ല ആ ഒരു പെർട്ടിക്കുലർ ഡേ. ആ ദിവസം മാത്രമേ നമുക്കത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇൻറ്റൻഷനലി ഇന്ന് എഴുതണം പറഞ്ഞ് എഴുതാൻ പോവല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സന്തോഷം വരികയാണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ്, അങ്ങനെ അറിയാതെ എഴുതി പോകുന്നതാണ് ഈ ഓരോ കോഡ്സും എന്ന് പറയുന്നത്. സോ നമ്മൾ 4-5 വരിയായിരിക്കും, അതിൻ്റെ ഉള്ളിൽ നമ്മുടെ സങ്കടമോ സന്തോഷമോ ഒളിഞ്ഞു കിടപ്പുണ്ടാവും. വൈബ്രൻറ്റ് കളേഴ്സ് കൊടുത്ത് അതിൻ്റെ പുറമേ ഭംഗിയാക്കുകയാണെങ്കിൽ അത് സന്തോഷമായിരിക്കും. ഓഫ് ഷെയ്ഡാണ് കൊടുക്കുന്നതെങ്കിൽ അത് സങ്കടമായിരിക്കും. അതാണ് എനിക്ക് പെട്ടെന്ന് പിന്നെ മറിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റാറില്ല കേട്ടോ. സോ അങ്ങനെ പറയുകയാണെങ്കിൽ ജേർണലിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് തെറാപ്പിയാണ്. നമ്മളെ ഭയങ്കരമായിട്ട് മൈൻഡ് സൂത്ത് ചെയ്യും, നമ്മുടെ ക്രിയേറ്റീവ് സൈഡ് വല്ലാണ്ട് എൻഹാൻസ് ചെയ്യും. സോ ഇന്നത്തെ ജേർണലിംഗ് ഇതാണ്. സോ യു ജസ്റ്റ് കീപ് ജേർണലിംഗ് ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.